നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ട് ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് ഫോൾ ആകുന്നുണ്ട് എന്നുള്ള ഒരു സങ്കടം US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നില നമ്മളെക്കാളും കുറച്ചും കൂടി മോശമാണ്. കാരണം ഈ നിഫ്റ്റി കഴിഞ്ഞ റീസെൻറ്റ് ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 4% ഫോൾ ആയിട്ടുള്ളത് എങ്കിൽ ഇന്നലെ ഒരു സിംഗിൾ ഡേ കൊണ്ട് നാസ്ഡാക്ക് ഏകദേശം ഒരു 4% ഫോളായി. സിംഗിൾ ഡേ കൊണ്ട് ടെസ്ല ഇന്നലെ അവിടെ 12% ഫോൾ രേഖപ്പെടുത്തി. ആമസോണും ഗൂഗിളും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള കമ്പനീസ് 6% ഫോളാണ് ഇന്നലെ ഒരു സിംഗിൾ ഡേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയും റിസൾട്ട് മോശമായതുകൊണ്ടാണ് US മാർക്കറ്റ് ഇടിഞ്ഞത്. സ്വാഭാവികമായ രീതിയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ നിഫ്റ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്തുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ആണ്. നമ്മളെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ FIs കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത FIs ഇന്നലെ അവർ സെല്ലേഴ്സ് ആയിരുന്നു. ഇന്നലെ മാത്രമല്ല മിനിഞ്ഞാന്നും സെല്ലേഴ്സ് ആയിരുന്നു. ഇന്നലെ അവർ 5300 കോടി രൂപക്ക് സെല്ല് നടത്തി. DIs സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3500 കോടി രൂപക്കടുത്ത് ബൈയിങ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസവും മാർക്കറ്റ് താഴെ പോയിട്ട് പോലും താഴെ നിന്ന് ഒരു ബോട്ടം ബൈയിങ് കണ്ട് നിഫ്റ്റി വീണ്ടും റിക്കവറി രേഖപ്പെടുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റി 900 പോയിൻ്റ് ആയിരുന്നു ഇടിഞ്ഞത്. എന്നാൽ ക്ലോസ് ബേസിൽ നോക്കുകയാണെങ്കിൽ 350 പോയിൻറ്റ്. നിഫ്റ്റിയും അതുപോലെ തന്നെ ബോട്ടം എവിടെയാണോ അന്നത്തെ ഇൻട്രാഡേലോ അവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ അറ്റ്ലീസ്റ്റ് 2 ദിവസമായിട്ട് മാർക്കറ്റിൽ കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കാര്യം മ്യൂച്വൽ ഫണ്ടിലേക്കുള്ളൊരു ഫണ്ട് ഇൻഫ്ലോ ആണ്. ഇന്ത്യയുടെ ജനസംഖ്യയും ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റിൻ്റെ പ്രപ്പോർഷൻ എടുത്ത് നോക്കുമ്പോൾ സ്റ്റിൽ ഇനിയും ആളുകൾ ഇതിലേക്ക് വരും. ഇനിയും ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് SIPയും ലംസമൊക്കെ ആയിട്ട് ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്ന് എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ എക്സ്പയറി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വോളറ്റിലിറ്റി ഉണ്ടാവും. വോളറ്റിലിറ്റി എന്ന് പറയുമ്പോൾ വോളറ്റിലിറ്റി ഇൻഡെക്സ് ഇന്നലെ 7%, അതിന് മുമ്പത്തെ ദിവസം 17%, 2 ദിവസം കൊണ്ട് ഏകദേശം ഒരു 25% മുകളിൽ ഫോളായി. 11 ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം എല്ലാം തന്നെ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഒരു വൺ ലൈന് നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ മാർക്കറ്റിൻ്റെ. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഇന്ത്യയിലെ ലീഡിംഗ് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്കിൻ്റെ ലിങ്ക് ഉപയോഗപ്പെടുത്താം. സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ RBL ബാങ്ക് ഇവിടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള മാപ്പിൾ BV ഈ RBL ബാങ്കിൻ്റെ ഏകദേശം 8% സ്റ്റേക്ക് സെല്ല് ചെയ്തേക്കാമെന്നുള്ള ന്യൂസ്. ഹിറ്റാച്ചി എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10%, റവന്യൂ 28% വർദ്ധിച്ചു. മാസ് ഫിനാൻസ് സർവീസ് ലോൺ ഡിസ്ട്രിബ്യൂഷൻ 18%, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 23%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 31%, നെറ്റ് പ്രോഫിറ്റ് 24% വർദ്ധിച്ചു. JK പേപ്പർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 54% ഇടിഞ്ഞ് 139 കോടി രൂപ ആയിട്ടുണ്ട്. എന്നാൽ റവന്യൂ 8% സ്പൈക്ക് രേഖപ്പെടുത്തി. RVNL കമ്പനി 191 കോടി രൂപയുടെ ഓർഡർ കിട്ടി. DCB ബാങ്ക് കമ്പനി അവർ 127 നിന്ന് 131 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഇയർ ഓൺ ഇയർ ക്വാർട്ടർ ടു ക്വാർട്ടർ 156 നിന്ന് 131 പ്രോഫിറ്റ് കുറഞ്ഞു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് കമ്പനി 383 നിന്ന് 403 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. HFCL കമ്പനി 68 നിന്ന് 110 പ്രോഫിറ്റ് ഉയർത്തി. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി 33 നിന്ന് 83 പ്രോഫിറ്റ് ഉയർത്തി. ഒറാക്കിൾ ഫിനാൻസ് 501 നിന്ന് 620 പ്രോഫിറ്റ് ഉയർത്തി. നെസ്ലെ കമ്പനി ഡോക്ടർ റെഡ്ഡി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് പുതിയ ഒരു ഹെൽത്ത് കെയർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. സോന BLVയുടെ കമ്പനി 112 നിന്ന് 142 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ കമ്പനി 1700 നിന്ന് 1340 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. CMS ഇൻഫോ കമ്പനി 84 കോടി രൂപയിൽ നിന്ന് 90 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ആദിത്യ ബിർള സൺ ലൈഫ് 185 കോടി രൂപയിൽ നിന്ന് ഇവർ 236 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IEX 75 നിന്ന് 96 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ നമ്മുടെ ടാബിലുണ്ട്. ട്രേഡ് ബഡിയിൽ നമ്മൾ IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയുണ്ട് ടെലഗ്രാം ചാനൽ ലിങ്കും ഉണ്ട്, ട്രേഡ് ബഡിയുടെ ലിങ്കും ഉണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തകൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 1000 പോയിൻ്റ് ഇടിഞ്ഞ് 64,000. തൊട്ട് താഴെ ബ്രൻ്റ് ഓയിൽ
$81 തൊട്ട് താഴെ ഗോൾഡ് $2399 പെർ ഔൺസ്, തൊട്ട് താഴെ ഓസ്ട്രേലിയ റെഡ്, ഷാങ്ഹായ് ചൈന റെഡ്, കോസ്പി കൊറിയ റെഡ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് 1000 പോയിന്റ് ഇടിഞ്ഞു. ഡോ ഫ്യൂച്ചർ എന്നാൽ ഇപ്പോൾ റിക്കവറി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ വിക്സ് 11, ഡാക്സ് ജർമ്മൻ ഇടിഞ്ഞു, CAC 40 ഫ്രാൻസ് ഇടിഞ്ഞു, FTSE ഫ്ലാറ്റ് ആയിരുന്നു, ഡോ ജോൺസ് 500 പോയിന്റ് ഇടിഞ്ഞു, നാസ്ഡാക്ക് 654 പോയിന്റ് ഇടിഞ്ഞു. പെർസെൻറ്റേജ് ഒക്കെ കാണാൻ സാധിക്കും. ടെക്നോളജി സ്റ്റോക്കുകളിലാണ് US മാർക്കറ്റിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 1%, വിപ്രോ 1%, ICC ബാങ്ക് ഏകദേശം 1.68%, HDFC 1.4%, ഡോക്ടർ റെഡ്ഡി 1%. ഇതൊക്കെ തന്നെയാണ് ഇടിവിൽ ഉള്ളത്. അപ്പോൾ എൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് ഇടിവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇടിവിൽ വലിയ പ്രസക്തി ഇല്ല. കാരണം ഇവിടെ ഇടിയാനായിട്ട് സ്പെസിഫിക് റീസൺ ഉണ്ട്. ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള റീസൺ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഇത്രയാണ് ഇടിഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തേണ്ടതാണ്, ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം ഇത്ര വലിയൊരു കാര്യം സംഭവിച്ചിട്ട് നിഫ്റ്റിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്, തിരിച്ചു കയറുന്നുണ്ട്, അല്ലാതെ താഴേക്ക് മാർക്കറ്റ് പോകുന്നില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ആ ഒരു മൊമെൻറ്റം ഉണ്ടാവണം കേട്ടോ. മൊമെൻറ്റം FIസിൻ്റെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് പ്രഷർ കുറയണം. DIസിന് വാങ്ങാനായിട്ട് പരിമിതികളുണ്ട്. റീറ്റെയിലേഴ്സ് എനിക്ക് തോന്നുന്നു അവർ FIസിൻ്റെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടി കീനായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണ്. റീറ്റെയിലേഴ്സ്, നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് FIസിൻ്റെ ആക്ടിവിറ്റീസിലാണ് കുറച്ചും കൂടി അവരുടെ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ FIസ് ബൈ ചെയ്യുക തന്നെ വേണം. അപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആണ്. അതാത് എക്സ്പയറീസിൽ ഫണ്ട് ഇഞ്ചക്ഷനൊക്കെ നടക്കാറുണ്ട്, വലിയ രീതിയിലുള്ള സ്പൈക്കൊക്കെ നടക്കാറുണ്ട്. ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ ഇപ്പോൾ നിഫ്റ്റിയുടെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ഒരു 100 പോയിൻ്റൊക്കെ അടുത്ത് 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ 100 പോയിൻ്റ് ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്യാൻഡിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഫണ്ട് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനാരിയോസ് റിപ്പീറ്റഡായിട്ട് വരുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതാണ് മെയിൻലി വാച്ച് ചെയ്യേണ്ടത്. ഓപ്ഷൻ അത് ചില ആളുകൾക്ക് അത് വലിയൊരു ലോട്ടറി പോലെ അടിക്കുന്ന സിനാരിയോ ഉണ്ട്. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും അതൊരു വലിയൊരു ഡിസാസ്റ്ററിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് പര്യാപ്തമായ രീതിയിൽ നമ്മൾ ട്രേഡൊക്കെ സെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ട്രേഡിംഗ് ഡേയ്സിൽ ഒരു ട്രേഡർ അഭിമുഖീകരിക്കുന്ന പ്രധാന ഒരു പ്രശ്നം എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് റിക്കവർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു.